ഇപ്പോൾ നടക്കുന്ന ചർച്ച കോൺഗ്രസിന്റെ വയനാട് ഫണ്ടിനെ കുറിച്ചാണ്. വയനാട് ഫണ്ട് എത്ര പിരിച്ചു, എവിടെയാണുള്ളത്, ആരുടെ അക്കൗണ്ടിലാണുള്ളത്, ഏത് ബാങ്കിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്, ആപ്പ് പിരിക്കാൻ ഉപയോഗിച്ച ആപ്പ് എവിടെയുണ്ട്? ഈ ചോദ്യമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉയരുന്നത്. എന്നാൽ അതിന് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് കോൺഗ്രസ് നേതാക്കൾ. സ്വാഭാവികമായും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനോടും മാധ്യമപ്രവർത്തകർ ഈ ചോദ്യം ചോദിച്ചു. കാരണം പ്രതിപക്ഷ നേതാവിൻ്റെയും KPCC പ്രസിഡന്റിന്റെയും സംയുക്ത അക്കൗണ്ടിലാണ് പണമുള്ളത് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ അക്കൗണ്ട് എവിടെയാണ്, എത്ര പണമുണ്ട്, എത്ര ചെലവഴിച്ചു എന്നതിനെക്കുറിച്ചുള്ള കണക്ക് സ്വാഭാവികമായും KPCC പ്രസിഡന്റിന് അറിയണം. അതുകൊണ്ട് തന്നെയാണ് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോടും ഈ ചോദ്യം ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞ മറുപടി കൊണ്ട് അത് നമുക്ക് കേൾക്കാം. ഇത് കോൺഗ്രസ് പാർട്ടി സ്വന്തം നിലയിൽ കളക്ട് ചെയ്ത സമാഹരിച്ച ഫണ്ട് കൊടുത്തുകൊണ്ട് 5 കോടി രൂപയുടെ സ്ഥലം തന്നെ മേടിച്ചിട്ടുണ്ട്. അതിന് കണക്ക് ജനങ്ങൾക്കറിയാം. അവിടെ കയറി കുടിലേട്ടാൻ വന്നാൽ അതൊക്കെ അവരുടെ ആഭാസമാണ്, അവരുടെ ധിക്കാരമാണ്. സംശയവും ചോദ്യം വരുന്നത് നമ്മൾ ഈ ഫണ്ടിന്റെ കണക്ക് പറയാത്തതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എത്ര കോടിക്കാണ് സ്ഥലം വാങ്ങിയത്? 5 കോടിക്ക്. 5 കോടി രൂപ സ്ഥലം വാങ്ങിക്കാൻ തന്നെ ഇതിനകം ചെലവഴിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നത് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫാണ്. അദ്ദേഹത്തിന്റെ പേരിലുള്ള അക്കൗണ്ടിലാണ് പണമുള്ളത്. അതുകൊണ്ട് അക്കൗണ്ടിൽ നിന്ന് നയാ പൈസ പിൻവലിക്കണമെങ്കിൽ സണ്ണി ജോസഫ് അറിയണം, പ്രതിപക്ഷ നേതാവ് VD സതീശനും അറിയണം. അതുകൊണ്ട് തന്നെ അദ്ദേഹം കളവ് പറയില്ല, കള്ളം പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ കാർമ്മികത്വത്തിലാണ് ഭൂമി വാങ്ങുന്നത്, അദ്ദേഹത്തിന്റെ പേരിലാണ് ഭൂമി ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം എത്ര പണം കൊടുത്തിട്ടാണ് വാങ്ങിയത് എന്ന്. അദ്ദേഹം പറഞ്ഞത് 5 കോടി രൂപയ്ക്ക് ഇതിനകം തന്നെ ഭൂമി വാങ്ങി എന്നാണ്. ആ കണക്ക് ശരിയാണോ? 5 കോടിക്കാണോ ഭൂമി വാങ്ങിയിരിക്കുന്നത്? അതല്ല ഇതിലും കമ്മീഷൻ പറ്റിയോ, കോൺഗ്രസ് നേതാക്കൾ അഴിമതി നടത്തിയോ, കോൺഗ്രസ് നേതാക്കൾ നടത്തി എന്ന് വേണം കരുതാൻ. നമ്മുടെ കയ്യിൽ കണക്കുണ്ട്, നേരത്തെ കണക്ക് പുറത്തു വന്നതാണ്. കണക്ക് പ്രകാരം ഒന്നാമത്തെ സ്ഥലത്തിന് വില 2,57,40,000 രൂപയാണ്. 2,57,40,000 രൂപ. രണ്ടാമത്തെ സ്ഥലത്തിന് 2 സ്ഥലമാണ് ഒന്നിച്ചു വാങ്ങിയിരിക്കുന്നത്, അതുകൊണ്ടാണ് 2 പ്രമാണം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ സ്ഥലത്തിന്റെ വില 63,85,500 രൂപയാണ്. 63,85,500 രൂപ. അപ്പോൾ ആകെ വില എന്ന് വെച്ചാൽ 2 സ്ഥലത്തിന്റെയും വില കൂട്ടുമ്പോൾ വരുന്നത് 3,21,25,500 രൂപയാണ്. എത്രയാണ്? 3,21,25,500 രൂപയാണ് വില. എത്രയാണ് സണ്ണി ജോസഫ് പറഞ്ഞത്? 5 കോടി സ്ഥലം വാങ്ങാൻ തന്നെയായി എന്ന്. 3,21,25,000 രൂപയാണ് ഭൂമിയുടെ വില. പിന്നെ എങ്ങനെ 5 കോടി രൂപ ഭൂമി വാങ്ങിക്കാൻ ചെലവായി എന്ന് സണ്ണി ജോസഫിന് പറയാൻ കഴിയും? അപ്പോൾ ഇതിൽ അഴിമതി നടന്നിട്ടില്ലേ? കമ്മീഷൻ പറ്റിയിട്ടില്ലേ? നേതാക്കൾ എത്ര കോടി രൂപയുടെ കമ്മീഷനാണ് പറ്റിയത്? 5 കോടിയിൽ നിന്ന് ഭൂമിയുടെ വില കുറച്ചാൽ മതി. 5 കോടിയിൽ നിന്ന് 3,21,25,500 രൂപ കുറക്കുമ്പോൾ കിട്ടുന്നത് 1,78,74,500 രൂപ. 1,78,74,500 രൂപ. ഒന്ന് റൗണ്ട് ചെയ്ത് പറഞ്ഞാൽ 1,78,00,000, അതല്ലെങ്കിൽ 1,79,00,000. നമുക്ക് 1,78,00,000 എന്ന് തന്നെ കണക്കാക്കാം. ഇത്രയും പണം എങ്ങോട്ടോ പോയിട്ടുണ്ട്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഇവരുടെ സംയുക്ത അക്കൗണ്ടിലാണ് പണമുള്ളത്. ഒരു പൈസ പിൻവലിക്കണമെങ്കിൽ ഇവർ രണ്ടുപേരും അറിയണം. KPCC പ്രസിഡന്റിന് പ്രതിപക്ഷ നേതാവിനേക്കാളും ഉത്തരവാദിത്വമുണ്ട്. സംഘടനാ ചുമതല KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനാണ്. അതുകൊണ്ട് അദ്ദേഹം അറിയാതെ ഒരു ഇടപാട് നടക്കില്ല. അപ്പോൾ 5 കോടി രൂപ പോയിട്ടുണ്ടെങ്കിൽ 1,78,00,000 രൂപ എങ്ങോട്ടോ കൈമാറിയിട്ടുണ്ട്. അതാർക്ക് എന്ന് പറയേണ്ടത് KPCC പ്രസിഡന്റ് തന്നെയാണ്. വരും ദിവസങ്ങളിൽ അദ്ദേഹം അത് പറയുമെന്ന് പ്രതീക്ഷിക്കാം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇതുവരെയും ഇത് സംബന്ധിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായവും അറിയാൻ കേരളം കാത്തിരിക്കുകയാണ്.